ഹായ് എവരി വൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫായി ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നു അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. കളക്റ്റീവ് റീഡിംഗ് ആണ്, ഗൈഡൻസ് മാത്രമാണ്. ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ജോലി, സാമ്പത്തിക, റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള കാരണങ്ങളാൽ നിങ്ങൾ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മറ്റുള്ള വ്യക്തികളുമായി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ചീറ്റിംഗ് എനർജി അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തിയവരുടെ നിങ്ങളുടെ ജീവിതവും നഷ്ടപ്പെടുത്തിയവരുടെ മനസ്സിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ എല്ലാ തരത്തിലും ജീവിതത്തിൽ പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്? ഒരു ഓവറോൾ എനർജി വന്നൊരു ക്യൂനോ വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ അവർ എല്ലാ കാര്യവും അടയ്ക്കുവാണ്, എല്ലാം നേടിയെടുക്കാം എന്ന് വിചാരിച്ചിരുന്നവരിലേക്ക് നിങ്ങളിലേക്ക് ബ്ലാക്ക് എനർജി അയച്ചിട്ടുണ്ടെങ്കിൽ അത് അവരിലേക്ക് തന്നെ എത്തിയതായിട്ടാണ്. അതിൽ നിന്ന് ആ ബ്ലാക്ക് എനർജി അവരിലേക്ക് തന്നെ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പേഴ്സണൽ റീഡിങ് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്പർ ഈ വീഡിയോയുടെ മുകളിലും കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇവിടെയുള്ള സോഡിയക് സൈൻസ് എന്ന് പറഞ്ഞാൽ സാജിറ്റേറിയസ്, സ്കോർപ്പിയോ, 2 സ്കോർപ്പിയോ വന്നിട്ടുണ്ട്. എക്വറിയസ്, ജെമിനി, വിർഗോ, സാജിറ്റേറിയസ്, 2 സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങളെ ഈ മാനസികമായി ബുദ്ധിമുട്ടിച്ച ആൾക്കാരുടെ സോഡിയക് സൈനുമായി സാമ്യം ചെയ്ത് നോക്കുക. അപ്പം നമ്പേഴ്സ് എന്ന് പറയുന്നത് 14, 5, 7, 7, 9, 8, 14. അപ്പോൾ ഇവിടെ വന്നത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജി, 5 ഓഫ് കപ്പിൻ്റെ എനർജി, 7 ഓഫ് കപ്പ്, 7 ഓഫ്. അപ്പോൾ ഇവർ പല ബ്ലാക്ക് എനർജികളും നിങ്ങളിലേക്ക് അയച്ചിട്ട് അവർ നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും അതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പല ചീറ്റിങ്ങിലൂടെയും അവരുടെ കാര്യം സാധിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തന്നെയാണ്, ഏത് സ്ഥലത്തായാലും നിങ്ങൾക്ക് തന്നെയാണ് സ്ഥാനം. പക്ഷേ അവരിപ്പോൾ വളരെ ദുഃഖിച്ചും അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ അവർ ചെയ്ത കാര്യങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുന്നതായും, ഉറക്കമില്ലാത്ത അവസ്ഥയിൽ കൂടിയും ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടിയും ഒരുപാട് പ്രയത്നിക്കേണ്ട അവസ്ഥയിൽ കൂടിയൊക്കെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഇനി ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പം ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. എംബ്രറിൻ്റെ കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു എംബ്രറും ഒരു ഏസ് ഓഫ് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ വ്യക്തികൾ എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള വ്യക്തികളായാലും ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയും. അപ്പോൾ ഏത് രീതിയിലുള്ള വ്യക്തി, ജോലി സ്ഥലത്ത് എവിടെ ആയാലും ഒരു ബ്ലാക്ക് എനർജി നിങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചതായിട്ടാണ് കാണുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കായിരിക്കാം, ബോസായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെൻറ്റും കിട്ടാതിരിക്കാൻ വേണ്ടി അവരുമായി നിങ്ങൾ അത്ര ഒരു നല്ല ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി അവർ പല ബ്ലാക്ക് എനർജികളും കൊണ്ടെത്തി നിങ്ങളെ അവിടുന്ന് മാറ്റിയിട്ട് അവർക്ക് ഈ പദവിയിലിരിക്കണം. അവർ നിങ്ങളുടെ സ്ഥാനത്ത് അവരിക്കണം. നിങ്ങളുടെ സ്ഥാനവും മാനങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി ആ സ്ഥാനം അവർക്ക് കിട്ടണം. അതാണ് അവരുടെ യഥാർത്ഥം. നിങ്ങളെന്ന് പറയുന്നത് ഈ ജോലി സ്ഥലത്തായാലും ഫാമിലിയിലായാലും എല്ലാ സ്ഥലത്തായാലും ഈ വ്യക്തിയുടെ മനസ്സിലും അവരുടെ ഹൃദയത്തിലും തന്നെ ഇവർക്ക് സ്ഥാനം അവരുടെ കൈക്കുള്ളിൽ തന്നെയാണ് നിങ്ങളുള്ളത്. അപ്പം ഇത് ആ വ്യക്തികൾക്ക്, ഏത് വ്യക്തികളായാലും അവർക്ക് തീരെ പിടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു ബ്ലാക്ക് എനർജി കൊണ്ടുവന്ന് നിങ്ങളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി, ജോലി സ്ഥലത്താണെങ്കിലും അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആ സ്ഥാനം അവർക്ക് കിട്ടണം, അവരിലേക്ക് എത്തണം. അതിനു വേണ്ടിയാണ് അവർ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അടുത്ത് വന്നത് ഒരു 5 ഓ കപ്പിൻ്റെ എനർജിയാണ്. 5 ഓ കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. സെവൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഒരു 5 ഓ കപ്പും ഒരു 7 ഓഫ് വാണ്ടുമാണ്. അപ്പോൾ ഈ വ്യക്തികളിൽ നിന്ന് പല കാര്യങ്ങൾ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരാഗ്രഹിച്ച കാര്യങ്ങളൊന്നും അവരിലേക്ക് എത്തുന്നില്ല. അവർ പലതും പ്രതീക്ഷിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്തു നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ അതൊന്നും ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല. അവർ ആഗ്രഹിച്ചതും വിചാരിച്ചതും ഒക്കെ നഷ്ടപ്പെട്ട് പോയൊരവസ്ഥയാണ്. അപ്പം ഈ വ്യക്തികൾ പറയുന്നത് നിങ്ങളോട് ഒരുപാട് മത്സരിക്കുന്ന വ്യക്തികളാണെന്നാണ് കാണുന്നത്. ഒരുപാട് ഈഗോ ഉള്ള വ്യക്തികളാകും. ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കാതെ എല്ലാ കാര്യത്തിനെതിരായി നിന്ന് തടയാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും. അതിപ്പോൾ ജോലിസ്ഥലത്ത് തന്നെ ആകാൻ സാധ്യതയുണ്ട്, ഫാമിലിയിലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ മുന്നോട്ടുള്ള ഉയർച്ച ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മുന്നോട്ട് ഉയരുന്നത് അവർക്ക് താല്പര്യമില്ല. ഒരു സ്നേഹമുള്ള ഒരു ജീവിതമായാലും ഒരു നല്ല ഒരു സാമ്പത്തികവും ഭദ്രതയൊക്കെയുള്ള ഒരു ജീവിതത്തിനും ഉണ്ടാകുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി പല തടസ്സങ്ങളും ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. ചെല്ലുന്ന സ്ഥലത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഈ ബ്ലാക്ക് എനർജി കാരണമാണ് ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ഒരു 7 ഓ കപ്പിൻ്റെ എനർജിയാണ്. ടെമ്പറൻസ് കാർഡാണ്. ടെമ്പറൻസ് കാർഡ് 2 എണ്ണം വന്നിട്ടുണ്ട്. ഒരു 7 ഓ കപ്പ് ഒരു ടെമ്പറൻസ് കാർഡാണ്. അപ്പോൾ 7 ഓ കപ്പിൻ്റെ എനർജിയിൽ ഈ വ്യക്തികളുടെ ഈ ബ്ലാക്ക് എനർജി ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നതെന്ന് അവർ സ്വപ്നം കാണുകയാണ്. അവർ ദിവാസ്വപ്നം കാണുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കായിരിക്കും സ്ഥാനം, അവർക്കായിരിക്കും വിജയം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സാമ്പത്തികം അവരിൽ വന്നു ചേരും, വിജയം വന്നു ചേരും. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരിൽ വന്നു ചേരും. അപ്പം ഇതേപോലത്തെ ഈ സ്ഥാനം അവർക്ക് കിട്ടും എന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ പദവി അവർക്ക് കിട്ടും. അതിനാണ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. അപ്പോൾ നിങ്ങളെ തകർത്തതെല്ലാം നേടിയെടുക്കണം എന്ന് സ്വപ്നത്തിൽ കാണുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം എന്ത് തന്നെ ചെയ്താലും അവർക്ക് ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ ചിന്തിക്കും ഇത്രയും ഉയരങ്ങളിലേക്ക് അവർക്ക് പറക്കാം, ഇതൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാം, ഒരുപാട് വിജയം അവർക്ക് നേടാൻ സാധിക്കും എന്ന് ചിന്തിച്ചത് അവരുടെ മോഹം മാത്രമാണ്. അവർക്ക് ഒരു ബാലൻസിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് കാണുന്നത്. അടുത്തത് ഒരു 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സും ഒരു 7 ഓഫ് സോഡാണ്. അപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും നേടിയെടുത്ത് മുന്നോട്ട് പോകാം എന്ന പ്രതീക്ഷയോടെ ആണ് എല്ലാ കാര്യവും ചെയ്തത്. പക്ഷെ അവരിലേക്കൊന്നും എത്തുന്നില്ല. എല്ലാത്തിനും ഒരു ഡിലേ വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റാതെ തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഈ ചെയ്ത കാര്യങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൽ കാണുന്ന ഈ വാള് ബാക്കോട്ട് ഈ കൂർത്ത ഭാഗം ഇങ്ങോട്ടാണ്. അപ്പോൾ അത് തിരിച്ചു വരുന്നു. അവർ ചെയ്ത കാര്യം അവരിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. അത് ബ്ലാക്ക് എനർജി ചെയ്തതും അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന എല്ലാ മുറിവുകളും അവർക്ക് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തത് ഒരു 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് വാൺസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഈ ബ്ലാക്ക് മാജിക് എഫക്റ്റീവ് നല്ലോണം ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇതിൽ രണ്ടിലും അവർ പല കാര്യങ്ങളും നേടിയെടുക്കാമെന്ന് വിചാരിച്ച് ഈ സ്ഥാനം അതൊക്കെ അവർക്ക് നിങ്ങൾക്കുള്ള സ്ഥാനങ്ങളൊക്കെ അവർക്ക് കിട്ടണം. അതിന് വേണ്ടി അവർ ബ്ലാക്ക് മാജിക് ചെയ്ത് അത് അവരിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കും. രണ്ടും ഇത് കിങ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ ഉറക്കമില്ലാത്തൊരവസ്ഥ, സുഖം ബാധിച്ച് കിടക്കുന്ന അവസ്ഥ, ആ അവസ്ഥയും ഡിപ്രഷൻ, പല മാനസിക അസ്വസ്ഥങ്ങളും അവരെ വേട്ടയാടുന്നതായിട്ടാണ് കാണുന്നത്. അവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ പലതരത്തിലും പല കാര്യങ്ങളും ചെയ്ത് അതിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്.
കൂടുതലായും ഈ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റിയ ആൾക്കാരാണ്. അവരുമായിട്ടാണ് ഇവർ ഈ സ്നേഹത്തിൽ നിൽക്കുന്നത്. ഇന്ന് ഇവരുമായിട്ട് സ്നേഹത്തിൽ നിന്നെങ്കിലേ നിങ്ങൾക്കുള്ള സ്ഥാനങ്ങൾ ഇവർക്ക് കൈക്കലാക്കാൻ കഴിയുള്ളൂ. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടും വരും. അപ്പം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ കാര്യത്തിലേക്കാണ് ഇവരുടെ ശ്രദ്ധ പോണത്. പക്ഷേ ഈ ബ്ലാക്ക് എനർജി ഇവിടെ വന്ന് കയറുന്നതാണ് ഇവരിലേക്ക്. ഈ ബ്ലാക്ക് മാജിക് എഫക്റ്റീവ് എന്ന് നിങ്ങളെ ഏൽക്കാതെ നിങ്ങളിൽ നിന്ന് പോകുന്നത് കൊണ്ട് ആണ് അവർക്ക് ഈ ഉറക്കമില്ലാത്ത അവസ്ഥ വരുന്നത്. അടുത്തത് 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. വീൽ ഫോർ ഫോർച്യൂണാണ്. ഒരു 8 ഓഫ് പെൻറ്റിക്കിളും വീൽ ഫോർ ഫോർച്യൂണുമാണ്. അപ്പോൾ 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിൽ പറയുന്നത്, അപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത കാര്യമായി നിങ്ങളുടെ അത് ജോലിയാകാം, സാമ്പത്തിക റിലേഷൻഷിപ്പ്, അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത കാര്യമായിരിക്കും ജീവിതത്തിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഉയർച്ചയിൽ എത്തിയതായിരിക്കും. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാ നഷ്ടങ്ങളും സംഭവിച്ച് താഴോട്ട് പോരേണ്ട ഒരു അവസ്ഥ വന്നത്. അത് ഈ പ്രശ്നങ്ങൾ കാരണമാണ്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ ചെയ്ത അവരുടെ മനസ്സിലെ ഒരു നെഗറ്റീവായ ചിന്താഗതി, അതാണ് ഈ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയത്. അപ്പം ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇത്രയും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ഏത് വ്യക്തികളായാലും അതൊരു കാർമിക് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. പാസ്റ്റ് ലൈഫിൽ കർമ്മ അതായിരിക്കും. അത് തീർക്കാൻ വേണ്ടി നിങ്ങളുടെ ഇത്രയും ഹാർട്ട് ബ്രേക്കിലൂടെ ഏത് രീതിയിലുള്ള വിഷമങ്ങളാണോ നിങ്ങൾ അനുഭവിച്ചത്, അപ്പോൾ അത് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരു കർമ്മയാണെന്നാണ് കാണുന്നത്. അപ്പോൾ ആരെന്ത് ചെയ്താലും ആ കർമ്മഫലം അത് എഴുതി വെക്കപ്പെട്ട അത് ഇപ്പം അവർ തന്നെ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലാസ്റ്റിലൊരു ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. ഒരു 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 3 ഓഫ് കപ്പ് ടെമ്പറൻസ് കാർഡ് ഇടാം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവർ നേടിയെടുക്കാം എന്ന് വിചാരിച്ച പല കാര്യങ്ങളും കിട്ടി അവർക്ക് സന്തോഷിക്കാം എന്ന് വിചാരിച്ചിരുന്നു. പല കാര്യങ്ങളും നേടിയെടുത്ത് ഈ പദവിയിലൊക്കെ എത്താം എന്ന് വിചാരിച്ച് അവർ പല കാര്യങ്ങളും ചെയ്ത് അവർ ഒരുപാട് സന്തോഷിച്ചിരുന്നു. അവരുടെ ഫ്രണ്ട്സുമായ ഫാമിലി അവർ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷിച്ച ഒരു വ്യക്തിയായ അല്ലെങ്കിൽ വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തി, അങ്ങനെയൊക്കെ സന്തോഷിച്ച വ്യക്തിയാണ്. പക്ഷേ അവരിപ്പോൾ ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥയാണ്. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് വന്നിട്ടുള്ളത്. ഒന്നും ബാലൻസിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ അവർ കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോയിൽ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.